വെറും 3000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് ഈ വീട് നിൽക്കുന്നതെങ്കിലും കാണുമ്പോൾ നമുക്കൊരു 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ആംബിയൻസ് ആ ഒരു ഫ്രണ്ടേജിലൂടെ വരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു 20 സെൻറ്റോളം ഈ ഒരു ഭൂമി വരുന്നുണ്ട്. മാത്രമല്ല വലിയൊരു ഫ്രണ്ടേജ് ലഭിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് ഒന്നും അത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കാറില്ല. പക്ഷേ ഈ വീടിൻ്റെ ബാക്ക് സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലാണ് സ്വിമ്മിംഗ് പൂൾ ഏരിയാസ് വരുന്നത്. അതിൽ തന്നെ മനോഹരമായിട്ടൊരു വാട്ടർ ഫാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറികളിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വിഷ്വൽ വരുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും MS പണി കഴിപ്പിച്ചിട്ട് ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്ന ഒരു മോഡേൺ ടൈപ്പ് സ്റ്റെയർ കേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ ഫർണിച്ചർ മുഴുവനായിട്ടൊരു വൈറ്റ് ആംബിയൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാള് വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസ് വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വിൻഡോസ് അലുമിനിയം സ്ലൈഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതും വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിതേപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കാരണം മൊത്തം വൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ കളേഴ്സ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീട് 100% പരിശുദ്ധമാണ്. എ പ്യുവർ കണ്ടംപററി മാജിക്. അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കണം. ക്ലീൻ ആൻഡ് വൈറ്റ് ആംബിയൻസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന 4 ബെഡ്റൂമുള്ള കണ്ടംപററി സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി വീട് ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീടായിരിക്കും ഇത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പൗണ്ടിനകത്തെ കാഴ്ചകൾ നമുക്ക് ശരിക്കും കാണാം. നല്ലൊരു പ്ലോട്ടാണ് ഈ ഒരു വീടിന് ലഭിച്ചിരിക്കുന്നത്. ഒരു 20 സെൻറ്റോളം ഈ ഒരു ഭൂമി വരുന്നുണ്ട്. മാത്രമല്ല വലിയൊരു ഫ്രണ്ടേജ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് വലിയൊരു വലുപ്പം തോന്നിക്കാൻ ഈ ഒരു ഭൂമിയുടെ കിടപ്പ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. വെറും 3000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് ഈ വീട് നിൽക്കുന്നതെങ്കിലും കാണുമ്പോൾ നമുക്കൊരു 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ആംബിയൻസ് ആ ഒരു ഫ്രണ്ടേജിലൂടെ വരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു പ്യുവർ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലീനിയർ പാറ്റേൺസ് ആണ് എലിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പർഗോളാസ് നമുക്ക് ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളറിൽ കാണാൻ സാധിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വൈറ്റ് ടോണിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ ആംബിയൻസ് വർദ്ധിപ്പിക്കുന്നതിൽ ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് നല്ല രീതിയിൽ പങ്ക് വഹിക്കുന്നുണ്ട്. റോഡിനെയും പ്ലോട്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു കോമ്പൗണ്ട് വാൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ളൊരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. HPL ഷീറ്റിൽ വൈറ്റ് കളർ PU ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബോർഡറായിട്ട് GI പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് തീമിൽ തന്നെ ചെയ്തിരിക്കുന്നു. ആ കണ്ടംപററി സ്റ്റൈൽ പിടിച്ചിരിക്കുന്നു. എന്നാൽ തന്നെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ കാർ പോർച്ച്. 7.5 മീറ്റർ ഇവിടെ ലെങ്ത് വരുന്നുണ്ട്. 6 മീറ്റർ അകത്തേക്ക് ഡെപ്ത് വരുന്നുണ്ട്. ഒരു 3 കാറിനൊക്കെ സുഖമായിട്ട് നിർത്താനുള്ളൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്താണ്. ഈ വീട് പണിതിരിക്കുന്നത് ആലുവയിലുള്ള ബിൽഡേഴ്സാണ്. ഓറൻസായി ബിൽഡേഴ്സ് എന്നാണ് അവരുടെ പേര്. നമുക്കവർ വിശദമായിട്ട് പരിചയപ്പെടാം. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പ്രൊജക്റ്റുകൾ മുമ്പും മൈ ബെറ്റർ ഹോമിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാനും സാധിക്കും. പോർച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള വാക്ക്വേ ഇതേപോലെ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് ഇതേപോലെ ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ വീടിനകത്തേക്ക് കയറി വരാൻ പറ്റുന്ന കുഞ്ഞു ഗേറ്റാണത്. അവിടെ നിന്നും ആ ഒരു വാക്ക്വേ നൽകിയിട്ടുണ്ട്. ഇത് കിണറാട്ടോ. ഈ വീട്ടിലെ കിണർ ഒരു ബോക്സ് ടൈപ്പിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ സൺലൈറ്റ് എടുക്കാനുള്ളൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 2 ഭാഗത്തും ഇതേപോലെ ഒരു അക്വേറിയം, ഒരു വാട്ടറൊക്കെ ഇതിനകത്ത് മീനൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം. ഈ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലാണ്, നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ നടക്കുന്ന ഭാഗത്ത് ഇൻ്റർലോക്ക് ഇട്ടത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നാച്ചുറൽ ഗ്രാസ് ആട്ടോ നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് ഒന്നും അത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കാറില്ല. പക്ഷേ ഈ വീടിൻ്റെ ബാക്ക് സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലാണ് സ്വിമ്മിംഗ് പൂൾ ഏരിയാസ് വരുന്നത്. അതിൽ തന്നെ മനോഹരമായിട്ടൊരു വാട്ടർ ഫാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറികളിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വിഷ്വൽ വരുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്നു. വിൻഡോസ് അടക്കം വൈറ്റ് ആണ്. അലുമിനിയം സ്ലൈഡിങ് യൂസ് ചെയ്തിട്ടാണ് വിൻഡോസൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ വൈറ്റ് കർട്ടൻസ് യൂസ് ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ ബാക്ക് വ്യൂ പോലും ഇത്രയും മനോഹരമാണെങ്കിൽ ഇൻറ്റീരിയർ എത്രത്തോളം മനോഹരമായിരിക്കും ഒന്ന് ഗസ് ചെയ്യൂ. നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.
സ്റ്റെപ്സിൻ്റെ ഡിസൈനും കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത്. അല്പം പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ലാബ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒരു പ്ലാന്റർ ബോക്സ് ആണ് ആ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതിൽ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഭംഗി മാക്സിമൈസ് ചെയ്യുന്നതിൽ ഈ വൈറ്റ് കളർ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈവൻ സ്റ്റെപ്പിന് പോലും ഇവിടെ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ടൈലാണ്, നമ്മുടെ കിച്ചൺ സ്ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിൽ തിക്നെസ് കൂടിയിട്ടുള്ള ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെപ്പുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. നേരെ സിറ്റ് ഔട്ടിൻ്റെ സ്പേസിലേക്ക് വരികയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് ആണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മരം യൂസ് ചെയ്യാതെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാം. ഈ വീടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷനിൽ മരം ഉപയോഗിച്ചിട്ടേ ഇല്ല, പകരം WPC ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡോർ പണിതിരിക്കുന്നത് WPCയിലാണ്, കട്ടിലുകൾ വന്നിരിക്കുന്നത് WPCയിലാണ്, മുഴുവനും WPC ആണ് ഡോർ ഫ്രെയിംസിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. ചില ഭാഗത്ത് FRP യൂസ് ചെയ്തിട്ടുണ്ട്, ചില ഭാഗത്ത് അലുമിനിയം സ്ലൈഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. WPCയിൽ CNC വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീം കണ്ടംപററി സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഫ്രണ്ട് ഡോറാണ്. നമുക്ക് വീടിനകത്തേക്ക് കയറാം. ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ്. വൈറ്റ് കളറിലാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലെ പ്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞത്. വൈറ്റ് മീൻസ് പ്യൂരിറ്റി എന്നാണല്ലോ. ഈ വീട്ടിലെ ഫർണിച്ചർ മുഴുവനായിട്ടൊരു വൈറ്റ് ആംബിയൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാള് വൈറ്റാണ് ചെയ്തിരിക്കുന്നത്, കർട്ടൻസ് വൈറ്റാണ് നൽകിയിരിക്കുന്നത്, വിൻഡോസ് അലുമിനിയം സ്ലൈഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്, അതും വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് വിട്രിഫൈഡ് ടൈലാണ്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കോമൺ ഏരിയയിലേക്ക് പോകുന്നത്. ഒരു പാസേജ് ആണ്, ഒരു നാരോ പാസേജ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പൈസ് ഒക്കെ നല്ല രീതിയിൽ കൺസ്ട്രെയിൻ ചെയ്തിട്ടാണ് വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആർക്കിടെക്റ്റുകൾ അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഇവരുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാപനങ്ങളെയും സർവീസുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. തീർച്ചയായിട്ടും. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണകുമാർ. നമ്മുടെ സ്ഥാപനം ഓറൻസി ബിൽഡേഴ്സ്. സോ ഓറൻസി ബിൽഡേഴ്സ് ഒരു വീടുകളിൽ സംബന്ധിച്ചിടത്തോളം A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അതായത് ഒരു ടേൺ കീ ബേസിസ് പോലെ ഫ്രം കോൺസെപ്റ്റ് ടു ഹാൻഡിങ് ഓവർ, ഇൻക്ലൂഡിങ് ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, എവറിത്തിങ്. അതായത് ഒരു വീടിനെ സംബന്ധിച്ചോളം A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. സോ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 3000 താഴെ, അതായത് ഒരു 2900 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്യുവർലി ഒരു കോണ്ടംപററി മോഡലിൽ വൈറ്റ് തീമിൽ ചെയ്ത വീടാണ്. വീടിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ തീമിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ക്ലയൻറ്റിന് വളരെ പർട്ടിക്കുലറായിട്ടൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് വൈറ്റ് തീമായിരിക്കണം മെയിൻ. അതുപോലെ 4 ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത്. സോ 4 ബെഡ്റൂംസിനും ഓൾമോസ്റ്റ് ഒരു സെയിം തീമിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സോ അവിടെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മളൊരു വാക്ക് ഇൻ വാർഡ്രോബ് ഏരിയ വിത്ത് ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ കംപ്ലീറ്റ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ടു സ്കൈ വിത്ത് ഗ്ലാസ് റൂഫ് എന്നുള്ള രീതിയിലാണ് ടോയ്ലറ്റ്സ് കൂടുതലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ടോയ്ലറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കിച്ചൺ പർട്ടിക്കുലർലി ഒരു ഓപ്പൺ മോഡലിലായിരുന്നു. അതായത് കിച്ചൻ്റെ അടുത്ത് തന്നെ ആക്സസബിൾ ആയിട്ട് ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 കിച്ചനാണ് ഇവിടെ ബേസിക്കലി ഉള്ളത്. ഒരു ഫുള്ളി ഓപ്പൺ കിച്ചനും പിന്നെ ഒരു ചെറിയ ഒരു കുക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെക്കൻഡ് കിച്ചൺ എന്നുള്ള രീതിയിൽ. വാട്ട് അബൌട്ട് ദി സ്റ്റെയർസ്? ഈ വീട്ടിലെ ഏറ്റവും ഒരു ഹൈലൈറ്റഡ് ഏരിയ ആണ് ഈ വീട്ടിലെ സ്റ്റെയർ. സോ ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു പുള്ളിക്കൊരു യൂണീക്കായിട്ടൊരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെയർ വേണമെന്നുള്ളത്. സോ ഈ ഒരു തീം വന്നപ്പോഴേക്കും മൊത്തം സ്റ്റെയർ നമ്മൾ ഒരു വൈറ്റ് MS-ൽ PU ഫിനിഷിലാണ് നമ്മൾ സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീടൊന്ന് കാണാം. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഫസ്റ്റ് നമ്മൾ സീലിങ്ങിലേക്കാണ് നോക്കുന്നത്. സീലിംഗ് വളരെ ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റിങ്ങിലൂടെയാണ് മനോഹരമാക്കിയിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്നു. അതിൽ പ്രൊഫൈൽ ലൈറ്റിങ്ങും LED പാനൽ ലൈറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും MS-ൽ പണി കഴിപ്പിച്ചിട്ട് ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്ന ഒരു മോഡേൺ
ടൈപ്പ് സ്റ്റെയർ കേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ മുഴുവൻ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്, മൈൽഡ് സ്റ്റീലാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വൈറ്റ് കളർ പെയിൻറ്റിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൗണ്ട് ഷേപ്പിലാണ് ഈ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സെയിം ഡയമീറ്ററിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഹാഫ് സർക്കുലർ ഷേപ്പിലാണ് ഈ ഒരു സോഫ സീറ്റർ ചെയ്തിരിക്കുന്നത്. അതും വൈറ്റ് കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കേർട്ടനും വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രാർത്ഥനാ മുറി പോലെ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. അതും വൈറ്റ് തീമിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ബൈബിൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. അതും വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് സ്പേസ് നൽകിയിട്ടുണ്ട്. നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ കിച്ചൺ. എൻ്റെ വലതു ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഡൈനിങ് ടേബിൾ സെറ്റാട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. അത് തന്നെ ഫുള്ളായിട്ട് വിൻഡോസ് നൽകിയിട്ട് കംപ്ലീറ്റ് നമുക്ക് നാച്ചുറലായിട്ട് വേണ്ട രീതിയിൽ വീട്ടിനകത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടൈലിലാണ് ഇത് പണിതിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് മുകളിൽ ടൈലും സെൻറ്ററിൽ ഒരു ബ്ലാക്ക് കളർ എപ്പോക്സിയും കൊടുത്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കൂ, വിൻഡോസൊക്കെ നോക്കൂ, നമ്മുടെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വരുന്നൊരു വിഷ്വലാണ് വിൻഡോസ് നമുക്ക് നൽകുക. കർട്ടൻസ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് വ്യൂ. ഈ ഒരു ഭാഗം വീടിൻ്റെ നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷനാണ്. വീടിൻ്റെ കോമൺ ഏരിയാസ് നിന്നൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വിഷ്വൽ ലഭിക്കും. ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെ കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ നോക്കൂ, ഇൻബിൽട്ട് ആയിട്ട് തന്നെയാണ് ബേസിൻ ചെയ്തിരിക്കുന്നത്. ടൈലിൽ തന്നെ ചെയ്തിരിക്കുന്നു. വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ കിച്ചൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ ഐലൻഡ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഹൈ കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിൽ ഇതേപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കാരണം മൊത്തം വൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ കളേഴ്സ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കബോർഡ്സിലേക്ക് വരുന്ന സമയത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീം കബോർഡ്സിനൊക്കെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വരുന്നത് മുഴുവൻ ഗ്ലാസ്സിലാണ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ ടിൻറ്റഡ് ഗ്ലാസ്സുകൾ നൽകിയിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോബ് വരുന്ന ഭാഗം ഇതാണ്. ഇവിടെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡബിൾ ലെയർ ഒട്ടിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഒരു ബ്ലാക്ക് ലൈനിങ് കൂടെ നൽകിയിട്ടുണ്ട്. WPCയിലാട്ടോ ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് നമുക്ക് PU പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും. PU പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പർ ക്യാബിനറ്റിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു PU പെയിൻറ്റിൻ്റെ ഷൈൻനെസ്, ആ ഒരു തിളക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ 2 ബാർ ലൈറ്റുകൾ ഇവിടെ ഈ ഒരു കൗണ്ടർ ഐലൻഡിന് തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഒരു വർക്കിംഗ് കിച്ചൺ ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു സിങ്കും ഒരു സ്റ്റൗ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഒരു നോർമൽ യൂസിൽ അധികം യൂസ് വരുന്ന ഭാഗം ഈ ഒരു ഏരിയ ആയിരിക്കും. സെയിം കളർ തീം തന്നെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചന് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമുകളാണ് നിങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. നമുക്ക് ബെഡ്റൂമുകളുടെ ഡിസൈൻ ഒന്ന് കാണാം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 3 ബെഡ്റൂമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആകെയുള്ള ഒരു ബെഡ്റൂം. ഒരു മീഡിയം സൈസാണ് ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 12 അടി നീളവും 12 അടി വീതിയുമാണ് നൽകിയിരിക്കുന്നത്. മീറ്ററിൽ പറയുകയാണെങ്കിൽ 360 നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ബെഡിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ്. ഹെഡ് ബോർഡ് കണ്ടിന്യൂസ് ആയിട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു വാൾ പിക്ചർ നൽകിയിരിക്കുന്നു. ഇതാണ് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു റൂമിൽ ഒരു ഡെക്കോർ ഐറ്റം ആയിട്ട് നൽകിയിരിക്കുന്നത്. നമ്മളെല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ബെഡ്റൂമിൽ ഇതുപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളിലും ഈ ഒരു ബേ വിൻഡോ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓറൻസായി ബിൽഡേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. വൈറ്റ് തീമിൽ വീട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു സമയമുള്ള ആളുകളായിരിക്കും ഈ വൈറ്റ് തീം പിടിക്കുന്നത് നന്നാവുക. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു ഡിവൈസ് ചെന്ന് ക്ലീൻ ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഈസിയാണ് നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറയുന്നത്. എന്നാൽ ഒട്ടും സമയമില്ലാത്ത വീട്ടിലെ ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വൈറ്റ് ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യൽ കുറച്ചൊരു റിസ്ക് കൂടെ ആയിരിക്കും. ഈ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 ഭാഗത്തും സൈഡ് ടേബിളുകൾ കാണിച്ചു, ബെഡ്റൂം കാണിച്ചു, ബേ വിൻഡോ കാണിച്ചു. പക്ഷേ ഇവിടെ വാർഡ്രോബ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റൂമിലെ വാർഡ്രോബ് ഹൈഡ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിനകത്താണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു കൺസെപ്റ്റാണ്
വാർഡ്രോബ് സ്പേസ് കംപ്ലീറ്റ്ലി നമ്മുടെ ബെഡ്റൂം സ്പേസിൽ നിന്ന് മാറി അകത്തേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നേരെ നിങ്ങൾ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫ്ലോർ ലെവലിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ റൂമിലെ ഫ്ലോർ ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് സെയിം മെറ്റീരിയൽ ടൈൽ തന്നെ ഇതിനകത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ വാർഡ്രോബ് സ്പേസ്. പൂർണ്ണമായിട്ടും ബാത്റൂമിനകത്താണ് വാർഡ്രോബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡിംഗ് മെക്കാനിസം നൽകിയിരിക്കുന്നു. അപ്പോൾ 4 ഡോറ് വരുന്ന രീതിയിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇതൊരു ബാത്റൂമാണ്. ഇവിടെ നമുക്ക് വാഷ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രൈ ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് പാർട്ടീഷനകത്ത് നമ്മുടെ വെറ്റ് ഏരിയ വരുന്നു. വെറ്റ് ഏരിയാസും ഡ്രൈ ഏരിയയും അല്പം ടൈലിൻ്റെ സ്പേസ് എലിവേഷൻ ഒന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഷ് ബേസിനൊക്കെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് സെയിം ടൈൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ബേസിൻ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണിത്. ഈ ഒരു മിറർ യൂണിറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ഇതൊരു യൂറോപ്യൻ കൾച്ചറാണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു കൾച്ചർ വരുന്ന സമയത്ത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു, എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ സ്പൈറൽ സ്റ്റെയർകേസ് ആണ് അപ്സ്റ്റെയറിലേക്ക് നൽകിയിരിക്കുന്നത്. സ്പൈറൽ സ്റ്റെയർകേസിൻ്റെ പ്രത്യേകത ഇതിനിടയിൽ ലാൻഡിങ് വരുന്നില്ല എന്നുള്ളതാണ്. മുഴുവനായിട്ട് സ്റ്റെപ്പുകളാണ് അപ്സ്റ്റെയർ എത്തുന്നത് വരെ നമുക്കിങ്ങനെ ഒരൊറ്റ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കുള്ള വിഷ്വൽ ലഭിക്കുന്നുണ്ട്. എല്ലാ ബെഡ്റൂമിൽ നിന്നും ആ പൂൾ ഏരിയയിലേക്കുള്ളൊരു വിഷ്വൽ ഈ വീട്ടിൽ ലഭിക്കും. കോമൺ സ്പേസിൽ നിന്നും അതേപോലെ തന്നെ ലഭിക്കുന്നുണ്ട്. 3 ബെഡ്റൂമുകളാണ് അപ്സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബെഡ്റൂമുകളൊക്കെ ഒരു മീഡിയം സൈസ് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 12x12 ആണ് ഈ ഒരു ബെഡ്റൂമിനും സൈസ് വരുന്നത്. 2 സൈഡ് ടേബിളുകൾ നൽകിയിരിക്കുന്നു. ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. സിമിലർ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സെയിം വാൾ പിക്ചർ നൽകിയിരിക്കുന്നു. 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ബേ വിൻഡോക്ക് പകരം ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂം സ്പേസ് കാണാം. സിമിലർ പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്നു. വാർഡ്രോബ് ബാത്റൂമിനകത്താണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷ് ഏരിയ ഇവിടെ ഇതേപോലെ ലെങ്തി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡ്രൈ ഏരിയ ഇവിടെയും വെറ്റ് ഏരിയ ഈ ഭാഗത്തുമാണ് നൽകിയിരിക്കുന്നത്. The vacuum roars, turning mess into glossy floors. Bright lights shine on every shelf, reflect in a place to find yourself. Windows gleam with the അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് ഒരു ഓപ്പണിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആട്ടോ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ബെഡ്റൂംസ് ഒക്കെ സിമിലർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഓരോന്നിനും ഒരു യുണീക്ക് സ്റ്റൈൽ ഷോ ഡെക്കോർ ഐറ്റംസിലാണെങ്കിലും ഇതേപോലെയുള്ള ഫർണിഷിങ് ഐറ്റംസിലാണെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിൽഡേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വാൾ പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ബാത്റൂമിന് വെളിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഇതേപോലെ നൽകിയിട്ട് വാർഡ്രോബ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ബാത്റൂം ഇതിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വാഷ് ബേസിൻ ഏരിയ പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൗണ്ടർ ടൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്സ്റ്റെയറിലെ 3ാമത്തെ ബെഡ്റൂം ഇതാ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ബേ വിൻഡോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. സിമിലർ പാറ്റേണിൽ വരുന്ന ബെഡാണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. വാർഡ്രോബ് സ്പേസ് ഇതാ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വാഷ് ബേസിൻ ഏരിയ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാർഡ്രോബ് സ്പേസ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ആസ് എ ഗസ്റ്റ് ഈ വീട് വന്ന് കാണുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നതിനേക്കാളും ഈ വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഹൗസ് ഓണർ സംസാരിക്കുമ്പോഴാണ് അത് കുറേ കൂടെ കറക്റ്റായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഹൗസ് ഓണറാണ് ബെന്നി ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. നമ്മളൊരു വീട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുക നല്ല ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ബിൽഡേഴ്സിനെ എവിടെ കിട്ടും, ആരാണ് അങ്ങനെ ചെയ്തു തരുന്നതെന്നൊക്കെയുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾ ഓറൻസായി ബിൽഡേഴ്സിലേക്ക് എത്തിപ്പെടുന്നത്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട്. അങ്ങനെ സോർട്ട് ചെയ്ത്
എത്തിപ്പെട്ടത് അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്. വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ ഇതേപോലെ വീഡിയോസ് കാണാറുണ്ട്, അതുപോലെ തന്നെ ഞാനും വീഡിയോസ് കാണാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീടായിരിക്കണം വെക്കേണ്ടതെന്നുള്ളത്. അത് അവരോട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അപ്രോച്ച്, ഒരു സമീപനം എങ്ങനെയായിരുന്നു? അവർ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം ഈ കണ്ടംപററി മോഡേൺ സ്റ്റൈലിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു വീട് ചെയ്യാനും പുള്ളി താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ടോക്കുകൾ നടത്തി പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ശരി, നമ്മളൊരു ഡിസ്കഷനൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം വേറൊരു രീതിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മൾ ഡ്രോ ചെയ്ത രീതിയിൽ ആ വീട് ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് സൂപ്പർവിഷനൊക്കെ പ്രോപ്പറായ രീതിയിൽ തന്നെ ലഭിച്ചു? തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സൂപ്പർവിഷനും കാര്യങ്ങളും പിന്നെ എല്ലാം പങ്ക്ച്വാലിറ്റിയും എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീട് പണി കഴിഞ്ഞു, ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞു, വീട്ടിൽ താമസിച്ചു തുടങ്ങി. വീട്ടിൽ താമസിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് പുതിയൊരു വീടിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും എല്ലാവരുടെ പോലെ തന്നെ എനിക്കും കുടുംബത്തിനും ഉണ്ടാകുന്നില്ല. ഒരു വീട് പണി കഴിഞ്ഞ് നമ്മൾ ഏകദേശം എല്ലാം ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ കഴിഞ്ഞ് താമസിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഇപ്പം ഒറൻസായ് ബിൽഡേഴ്സിൻ്റെ സർവീസ് സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാൾക്ക് ധൈര്യമായിട്ട് വരെ സജസ്റ്റ് പിന്നെ തീർച്ചയായിട്ടും. താങ്ക് യു. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ബിൽഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ വീട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ആ കണ്ടംപററിയുടെ എല്ലാ എലമെൻറ്റും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റുകളായിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ നൽകണേ. അവർക്ക് നല്ലൊരു കോംപ്ലിമെൻറ്റ് കൂടെയാവും. ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആർക്കിടെക്ട്സുകൾക്ക് ബിൽഡേഴ്സിന് കിട്ടേണ്ടത് ആളുകളിൽ നിന്നുള്ളൊരു അപ്രീസിയേഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസുകൾ, നിങ്ങൾ ചെയ്യുന്ന സർവീസുകൾ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറയാമോ? നിങ്ങൾ എങ്ങനത്തെ പ്രൊജക്റ്റുകളാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ? നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഒറൻസായ് ബിൽഡേഴ്സ്. നമ്മൾ ബേസ് ചെയ്യുന്നത് എറണാകുളത്താണ്. നമുക്ക് ഓൾ കേരള സർവീസും ഉണ്ട്. അത് കൂടാതെ തന്നെ ഔട്ട്സൈഡ് കേരള, ബാംഗ്ലൂരുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ടേൺ കീ പ്രൊജക്ട്സും ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ടേൺ കീ പ്രൊജക്ട്സ് ആണ്. ഈ വീട് ശരിക്കും കൺസ്ട്രക്ഷനും ഇതിന്റെ ഇന്റീരിയറും എല്ലാം ഫ്രം കോൺസെപ്റ്റ് ടു ഹാൻഡിങ് ഓവർ, അതായത് കോൺസെപ്റ്റ് പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ, ഇതെല്ലാം ഒറൻസായ് ബിൽഡേഴ്സ് തന്നെയാണ്. ഓൾ സൊല്യൂഷൻസ്. റൈറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പം വീടുകൾ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പ്രൊജക്റ്റുകളാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കൂ, അങ്ങനെയൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട്? നമ്മൾ കൂടുതലും 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളാണ് ചെയ്യാറ്. പിന്നെ ഒരു ടേൺ കീ പ്രോസസ്സാണ് കൂടുതലും നമുക്കും ആ ഒരു ഫ്രീഡം കിട്ടുക. അതായത് എപ്പോഴും ഒരു ക്ലയൻറ്റ് ഫുള്ളി ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സർവീസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാ രീതിയിലും ഡിസൈൻ ആയാലും ആർക്കിടെക്ചർ സർവീസ് ആണെങ്കിലും ഇന്റീരിയർ എക്സിക്യൂഷൻ ആണെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ടേൺ കീ ബേസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ മീറ്റ് ചെയ്തതിനേക്കാളൊക്കെ പ്രൊജക്റ്റിന്റെ വലുപ്പവും പ്രൊജക്റ്റിന്റെ തീമും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൽ. അപ്പോൾ ഓരോ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്തും ഇതേപോലെ പുതിയ ഐഡിയാസ്, യുണീക്ക് പാറ്റേൺസ് ഒക്കെ കൊണ്ടുവരാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ക്ലയൻറ്റ് ഒരു ഓപ്പൺ നേച്ചറുള്ള ഒരു ക്ലയൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം നമ്മുടെ ഇൻപുട്ട് അതിനകത്ത് ഇടാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് പ്രൊജക്റ്റ് തന്നെയാണെങ്കിലും ആ ക്ലയൻറ്റ് വളരെ വെൽക്കം ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലയൻ്റ് ആണെങ്കിലും ഫുള്ളി നമ്മുടെ ഒപ്പം എന്താണ് നമുക്ക് ഡിസൈൻ വേണ്ടത്, ഏത് രീതിയിലാണ്, ആ ഒരു റിക്വയർമെൻറ്റ് മാത്രമേ ക്ലയൻറ്റ് പറയുള്ളൂ. ബാക്കിയെല്ലാം അവർ ഫുള്ളി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഡിസൈനിനോട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ആയാലും ഇൻറ്റീരിയർ ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് ആ ഒരു ഫ്ലോയിൽ തന്നെ പോകും. ശരി, എങ്ങനെയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്നത്? പ്യുവർലി ഒരു റെഫറൻസ് വഴിയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് തന്നെയാണ് ഈ ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി നമ്മൾ ഡിസൈൻ കോൺസെപ്റ്റിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അതിനുശേഷം പിന്നെ എക്സിക്യൂഷൻ, പിന്നെ ഇൻറ്റീരിയർ. ഏകദേശം ഇതുപോലൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഈ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കാറുണ്ട്? നോർമലി ഇതുപോലൊരു പ്രൊജക്റ്റ് വരുമ്പോൾ ഡിസൈൻ അതിൻ്റെതായ ഒരു സമയം വരും. കൺസ്ട്രക്ഷൻ നമുക്കൊരു മിനിമം 12 months നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ളത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതെ, പിന്നെ അതിൽ കൂടുതൽ വരുന്നത് അതിൽ തന്നെ ഇൻപുട്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ. തീർച്ചയായിട്ടും. ഈ ഇന്റീരിയർ ഒക്കെ വരുന്ന സമയത്തെ അധികവും കസ്റ്റം സൈസിലാണോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ റെഡിമെയ്ഡ് ഫർണിച്ചേഴ്സ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയാണ്. ഇവിടുത്തെ ഓരോ
ഓരോ എലമെന്റ് നോക്കുകയാണെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ഈവൻ ഹെഡ് ബോർഡിന്റെ ബാക്കിലുള്ള ആർട്ട് വർക്ക്സ് തന്നെയാണെങ്കിലും അതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇതിലൊക്കെ നിങ്ങളുടെ കൃത്യമായ ഒരു സൂപ്പർവിഷനും ഈ വീടിന്റെ മുഴുവൻ നിർമ്മാണത്തിലും നിങ്ങളുടെ ടീമിന്റെ കൃത്യമായ ഇൻവോൾവ്മെന്റും ആളുകൾക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. അതായത് ഒരു A to Z നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഇൻവോൾവ്മെന്റ് നമുക്കതിൽ 100% നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പ്രൊഡക്റ്റ് നല്ലൊരു രീതിയിലോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് എത്തുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് അത്തരത്തിൽ ഒരു ഫുൾ സക്സസ്സിലേക്ക് എത്തിയിരിക്കുന്ന പ്രൊജക്റ്റാണ് നമുക്ക് പറയാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇപ്പോൾ നൽകുന്നുണ്ടാവും. ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് കാണാൻ സാധിക്കും, റെഫറൻസ് എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പേജുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട നല്ല ഒരു ഫേമാണ് ഓറൻസായി ബിൽഡേഴ്സ്. ഇവരുടെ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് കമൻറ്റിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.